പ്രവൃത്തി പഠന മേഖലയിൽ നിന്നും അടുത്ത വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, പ്രവൃത്തി പഠന മേഖലകൾ ഏതെല്ലാം? ഉത്തരം, പ്രവൃത്തി പഠന മേഖലയിൽ 6 മേഖലകളാണുള്ളത്. ഒന്നാമത്തത് ആഹാരവും കൃഷിയും, രണ്ടാമത്തെ മേഖല ആരോഗ്യവും ആരോഗ്യപരിപാലനവും, മൂന്നാമത്തെ മേഖല വസ്ത്രം, നാലാമത്തെ മേഖല പാർപ്പിടം, അഞ്ചാമത്തെ മേഖല വിനോദം, ആറാമത്തെ മേഖല ഉപയോഗ്യമായ വസ്തുക്കളുടെ നിർമ്മാണം. രണ്ടാമത്തെ ചോദ്യം, പുകയില കഷായ നിർമ്മാണ രീതി വിവരിക്കുക. ഉത്തരം, പുകയില കഷായം നിർമ്മിക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ 50 ഗ്രാം പുകയില, 50 ഗ്രാം അലുക്ക് സോപ്പ്, 1 ലിറ്റർ വെള്ളം എന്നിവയാണ്. നിർമ്മാണ രീതി: 50 ഗ്രാം പുകയില, 50 ഗ്രാം അലുക്ക് സോപ്പ് ഇവ തലേ ദിവസം 1 ലിറ്റർ വെള്ളത്തിൽ ചെറുതായി അരിഞ്ഞിട്ട് മൂടി വയ്ക്കുക. പിറ്റേ ദിവസം ഇവ നന്നായി പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കുക. ശേഷം 1:10 എന്ന അനുപാതത്തിൽ വെള്ളവുമായി ചേർത്ത് കീടനാശിനിയായി ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, ചോക്ക് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഏവ? ഉത്തരം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, വെള്ളം, ചോക്ക് മോൾഡ്, ലേപന മിശ്രിതം. ലേപന മിശ്രിതം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ, വെളിച്ചെണ്ണ ഇവ 7:3 എന്ന അനുപാതത്തിൽ വേണം എടുക്കുവാൻ. പിന്നെ അളവ് പാത്രങ്ങൾ. ഇവയാണ് ചോക്ക് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ. നാലാമത്തെ ചോദ്യം, 4 തുണിത്തരങ്ങളുടെ പേരെഴുതുക. ഉത്തരം, ലിനൻ, കമ്പിളി, പരുത്തി, നൈലോൺ, പോളിയസ്റ്റർ, സിൽക്ക്. അഞ്ചാമത്തെ ചോദ്യം, 4 എംബ്രോയ്ഡറി സ്റ്റിച്ചുകളുടെ പേരെഴുതുക. ഉത്തരം, ബാക്ക് സ്റ്റിച്ച്, റണ്ണിംഗ് സ്റ്റിച്ച്, സാറ്റിൻ സ്റ്റിച്ച്, ഫ്രഞ്ച് നോട്ട്, ചെയിൻ സ്റ്റിച്ച്. ആറാമത്തെ ചോദ്യം, ഓഫീസ് ഫയൽ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഏവ? ഉത്തരം, സ്ട്രോ ബോർഡ്, ബ്രൗൺ പേപ്പർ, ചരട്, കാലിക്കോ, ഫാൻസി പേപ്പർ, പശ. ഏഴാമത്തെ ചോദ്യം, എങ്ങനെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ ലഭിക്കുന്നത്? ദ്വിതീയ വർണ്ണങ്ങൾ ഏതെല്ലാം? ഉത്തരം, 2 പ്രാഥമിക വർണ്ണങ്ങൾ തുല്യ അളവിൽ ചേരുമ്പോഴാണ് ദ്വിതീയ വർണ്ണങ്ങൾ ലഭിക്കുന്നത്. പച്ച, ഓറഞ്ച്, വയലറ്റ് എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. എട്ടാമത്തെ ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം? ഉത്തരം, ചുവപ്പ്, മഞ്ഞ, നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഒമ്പതാമത്തെ ചോദ്യം, ജൈവവളം എന്നാൽ എന്ത്? ഉത്തരം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജൈവിക പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളർച്ചാ ത്വരകങ്ങളെയാണ് ജൈവവളം എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം, ജൈവ കീടനാശിനി എന്നാൽ എന്ത്? ഉത്തരം, ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നതിനായി ജൈവികമായ വസ്തുക്കളാൽ നിർമ്മിക്കുന്ന കീടനാശിനികളാണ് ജൈവ കീടനാശിനികൾ. 12ാമത്തെ ചോദ്യം, 4 ജൈവ കീടനാശിനികളുടെ പേരെഴുതുക. ഉത്തരം, വേപ്പ് മഞ്ഞൾപ്പൊടി ലായനി, തുളസിയില മിശ്രിതം, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പുകയില കഷായം. 12ാമത്തെ ചോദ്യം, സ്ട്രോ ബോർഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന 2 വസ്തുക്കളുടെ പേരെഴുതുക. ഉത്തരം, ഓഫീസ് ഫയൽ, റൈറ്റിംഗ് ബോർഡ്. 13ാമത്തെ ചോദ്യം, ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമായ 4 വസ്തുക്കളുടെ പേരെഴുതുക. ഉത്തരം, മുളങ്കമ്പ്, കരിപ്പൊടി, കുളമാവ് പൊടി, എണ്ണപ്പൊടി. 14ാമത്തെ ചോദ്യം, 2 ആധുനിക കൃഷി രീതികളുടെ പേരെഴുതുക. ഉത്തരം, പോളി ഹൗസ് ഫാമിംഗ്, ഹൈഡ്രോഫോണിക്സ്. 15ാമത്തെ ചോദ്യം, എന്താണ് ജൈവ മാലിന്യം? ഉദാഹരണം എഴുതുക. ഉത്തരം, ജൈവ വിഘടനം നടക്കുന്ന മാലിന്യങ്ങളെയാണ് ജൈവ മാലിന്യം എന്ന് പറയുന്നത്. ഇവയെ ബയോഡീഗ്രേഡബിൾ മാലിന്യം എന്നും വിളിക്കുന്നു. ഇവ സൂക്ഷ്മാണുക്കളാൽ പെട്ടെന്ന് വിഘടിക്കപ്പെടുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇതിന് ഉദാഹരണങ്ങൾ മൃഗങ്ങളുടെ മാലിന്യങ്ങൾ, കാർഷിക അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പൂന്തോട്ട മാലിന്യം, പേപ്പർ തുടങ്ങിയവയാണ്. Thanks for watching the video.